ഒരു ചെറിയ ഗ്രാമം എങ്കിലും ആകാശം തുറന്നുനിന്നു, പാടം പച്ചയായിരുന്നു, മണ്ണിന് മണവും നിറഞ്ഞിരുന്നു. ആ ഗ്രാമത്തിന് മുന്നോടിയിൽ ഒരു ചെറിയ ഇരുണ്ട പുഴയും വെളിച്ചം രോഗിയായ ബന്യൻ മരവും ഉണ്ടായിരുന്നു. ഈ ഗ്രാമത്തിൽ വച്ചിരുന്നു 500 ആണ്ടോളം കുടുംബങ്ങൾ. അവരൊരുപാട് കാര്യങ്ങൾ പരസ്പര സഹായത്തോടെ നടത്തി. അയൻ എന്നു വിളിക്കുന്ന 26 വയസ്സുള്ള ഒരു ചെറുതായി മഹതിരാകുന്ന ആണിയുടെ കഥയാണ് ഇന്ന് പറയുന്നത്. ജോലി കഴിഞ്ഞ് കോളത്തിന് നടക്കുമ്പോൾ അവൻ പാടത്തിന്റെ നടുവിൽ താഴെ 3 നാവു ഉള്ള പുഴയിലെ വെള്ളം എടുത്ത് പാടം കഴിക്കുന്നതായിരുന്നു. പക്ഷേ ഈ വർഷം മഴ കോടതി കഴിഞ്ഞ മാസം തന്നെ തീരാൻ ഉറിഞ്ഞിരുന്നു. പുഴയുടെ വെള്ളം തീരുന്നുണ്ടായിരുന്നു, പാടത്തോടൊപ്പം വിത്തുനിലം തകരുന്നുണ്ടായിരുന്നു. ഒരു ദിവസം അയനോടൊപ്പം പായലോടുകൂടി പാടത്ത് പോയിക്കണ്ടിരുന്ന ഒരു ചെറിയ പാമ്പ് പ്രത്യക്ഷമായി. അത് നീലച്ചെമ്പരമായ നീലനിറത്തിലുള്ള ഒരു പാമ്പ്, ദുർഭൃത്യമായൊരു പാമ്പ് എന്ന പിഴപ്പുള്ളം ആരും മുറിവിടുന്നതാണെന്നും ഇല്ല. പക്ഷേ അത് ബാലനെയാണെന്ന് അയൻ മനസ്സിലാക്കി. പാമ്പ് മുടുങ്ങിയതുപോലെ ക്യാളുത്തുകയും പാടത്തിന്റെ തീരത്തിലേക്ക് ചുരുളി ചെറിയ പോക്കിലൂടെ സാഖാപണ്ഡിതനായ ഒരു പാത്രം പോലെയുള്ള ചെരിപ്പുകൾ നിറയ്ക്കുന്ന കാട്ടിൽ നിന്നു. എനിക്ക് സഹായം വേണം. പാമ്പ് വാക്കുകളെത്രയും സൗമ്യമായി പഞ്ചാംഗിക്കുകയായിരുന്നു. ഈ പാടത്തിന് നടുകൂടി വരുന്ന വെള്ളം മാന്തിരി പോലെ ഇല്ല, അതിനുള്ള വഴി ഞാനെന്തെങ്കിലും പറയാം. അയനോധവ, പാമ്പിന്റെ കണ്ണുകൾ നോക്കാം. അവയുടെ ജ്വാലയുടെ മുകളിലേറുന്ന പ്രകാശം ചെറുതും പാടത്തിന്റെ മടങ്ങിയുള്ള പ്രതിഫലനങ്ങൾ കൊണ്ട് കടന്നുപോകുന്നുണ്ടായിരുന്നു. അയൻ മനസ്സിലാക്കി, പാമ്പ് അവന്റെ സഹായിക്കാനുള്ള മനസ്സിലുള്ള ജീവിതമാണെങ്കിലും. പാമ്പ് പറഞ്ഞു, നീ ഈ പാടത്തിന് സമീപമുള്ള പച്ചപ്പാറകളിലേക്ക് ചുറ്റുക. അവിടുന്നെയുള്ള വലിയ നാലവള്ളിക്കാട് നിറപ്പട്ടം പോലെ നടക്കുന്നുണ്ട്. അതിലെ കുന്നിന്റെ താഴെ നാട്ടിന്റെ കണ്ണാലയം പോലെയുള്ള ഒരു തിരഞ്ഞുള്ള ഗഗരം നിൽക്കുന്നു. ആ ഗഗരം തുറക്കുന്നില്ലെങ്കിൽ വെള്ളം പാടത്തേക്ക് ഒഴുകിക്കൂടില്ല, വെള്ളം പാടം നിറയ്ക്കാനാകില്ല. പക്ഷേ നീ കരുതിയാൽ ഞാൻ നിന്നെ സഹായിക്കാം. അയൻ പാമ്പിന്റെ വാക്കുകൾ ദൃഢം ചെയ്തു. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന ഗഗരം കണ്ടെത്തേണ്ടത് വലിയ പ്രശ്നം വേണമെന്നു അയൻ മനസ്സിലാക്കി. അവൻ പിന്നെ പാമ്പിന്റെ ചുറ്റിലകളിൽ നടന്നു, പുഴയുടെ കൊഴുപ്പുള്ള പാടത്തിന്റെ കരകളിലേക്കു, മണ്ണിലേക്കു വിവരമുള്ള പച്ചപ്പുകളും കാടുകളുടെ പിള്ളറുകളും ആട്രാവ്. അയൻ കണ്ടെത്തിയത് വലിയ കല്ലിനിൽ നിന്ന് താഴേക്ക് നീങ്ങി മണ്ണിൽ ഇരുന്നതിന്റെ അടിയിൽ ചെറിയൊരു വെള്ളച്ചുരുളി ഉണ്ടായിരുന്നു. അത് മറയ്ക്കപ്പെട്ടിരുന്നു. പക്ഷേ പാമ്പിന്റെ സഹായത്തോടെ അത് തുറന്നു. അടിയിൽ തെളിഞ്ഞുവന്ന ഒരു ചെറിയ വെള്ളക്കെട്ട്, അതിന്റെ സമീപമാണ് വെള്ളം പാടത്തിലേക്ക് പോയേക്കേണ്ട വഴി. പെട്ടെന്ന് പാട്ടപ്പാടത്ത് നിന്ന് ചെറിയ പുരണ്ടിത്തവം ഉണ്ടാവുകയും പിന്നീട് വെള്ളം പാടത്തിലേക്കു ചാടാൻ തുടങ്ങി. താഹാശ്വസിക്കുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസമായി അയൻ ഗ്രാമം പറഞ്ഞുകൊണ്ടിരുന്ന പാടത്തിലെ ഗംഗാഗിരിയുടെ വെള്ളം പാടത്തിലേക്ക് ഒഴുകുകയാണ്. ഗ്രാമത്തിന്റെ പാടം പുതിയൊരു വേളെ പടർന്ന് ചെല്ലുകയായിരുന്നു. മഴ കഴിഞ്ഞു, പാട് പൊന്നുപായി. മീട്ടി മണ്ണിനു വളഞ്ഞു, വിളകൾ പിറന്നു, കുടുംബങ്ങൾക്ക് ആനന്ദമായി. പണ്ടുചൊന്നൽപ്പോഴുള്ള പാമ്പിന്റെ സേവനം ഗ്രാമം ഒരിക്കലുമാം. പക്ഷേ അവരും പാമ്പിനെതിരെയുള്ള ഭയം അത്രമാത്രം കുറച്ചുകൂടി. പാമ്പിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവർ. പാമ്പിന്റെ കടുത്ത പാഠം മനസ്സിലാക്കി. ദൈവം പാമ്പുകളെ എന്തെങ്കിലും വഴികളിലാക്കുന്നു. അവ യാഥാസ്ഥിതികമായി ദൃഢമായി നിലകൊള്ളുന്ന മുൻഗണനകളെയും പഠിപ്പിക്കുന്നു. മരണം പ്രാണം ഇല്ലാതെയും. പാമ്പിന്റെ പാഠം ഗ്രാമത്തിലെ കുട്ടികളുടെ മനസ്സിലായി. സ്നേഹം, സഹിഷ്ണുത, ആദരം ഇവയാണു പ്രകൃതിയുടെ ഭാഷ. പാമ്പിനു വേണ്ടി മറ്റ് ജീവികളെ കീഴ്വരുത്തുന്നതിനെ പിരുടിക്ക് പാപ്പട് ഒഴിവാക്കി. Please subscribe, like, and share.